ഹായ്, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞാനൊരു DIYയുടെ ഷീറ്റ് മാസ്ക് ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരാമെന്ന്. നമുക്ക് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യുന്ന നല്ലൊരു ഷീറ്റ് മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു. അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഞാൻ പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ഉപകാരപ്രദമാവുകയും ചെയ്യുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാൻ ഇന്ന് ഷീറ്റ് മാസ്ക് ഉണ്ടാക്കുന്നത് രണ്ട് സെക്ഷൻ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കുണ്ടാക്കാം. ഒന്നാമത്തത് നമുക്ക് ആവശ്യമുള്ളത് ഫെർമിനൻ്റ് ചെയ്ത റൈസ് വാട്ടർ, ഇത്. പിന്നെ നമുക്ക് അലോവേര ജെല്ല് വേണം. പിന്നെ നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ വേണം. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതുപോലെ നമുക്ക് ഷീറ്റ് മാസ്ക് വാങ്ങിക്കാൻ കിട്ടും. അത് എൻ്റെ വാങ്ങിച്ചത് ഇതിപ്പോൾ ലാസ്റ്റ് ഒരെണ്ണം കൂടിയേ ഉള്ളൂ. ഇതുപോലെ പാക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഇവിടുന്ന് നമ്മൾ വാങ്ങിക്കുന്നതാണ്, ലുലുന്ന് വാങ്ങിച്ചാൽ. ഞാൻ ഒരു പാക്കറ്റിൽ ഇത് ചൈനയുടെ ഷോറൂമുണ്ട്, അവിടുന്ന് വാങ്ങിച്ചതാണ്. നമ്മൾ ലുലുവിൽ ചൈനയുടെ ഷോറൂമിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, അവിടുന്ന് വാങ്ങിച്ചത്. ഇതൊരു ഇതിൽ ചൈനയിൽ എഴുതിയിരിക്കുന്നതാണ്, അറിയത്തില്ല. എന്നാലും ഒരു 100-100 ഉണ്ട്. നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കത്തില്ലേ. അപ്പം ഇത് നമ്മളൊരു വെള്ളത്തിലോട്ട് ആദ്യം നമുക്ക് പൊട്ടിച്ചിടാം. അപ്പോഴത്തേന് ഇത് കണ്ടോ നിങ്ങളെ, ഇതിങ്ങനെ ഒരു ടാബ്ലറ്റ് പോലെ കിട്ടും. ഇതിങ്ങനെ നമുക്ക് വെള്ളത്തിലോട്ട് കണ്ടോ, അപ്പം തന്നെ ഇങ്ങനെയായി. നോക്കിക്ക്, ഇത് ഇതിൻ്റെ അകത്ത് കിടക്കട്ടെ. പിന്നെ നമുക്ക് ബാക്കി പറയാം. ഞാൻ ഇന്ന് എടുക്കുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് അറിയാമല്ലോ, നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്താക്കാനും ഹൈഡ്രേറ്റ് ചെയ്യാനും സൂപ്പറാണ്. പിന്നെ അലോവേര ജെല്ലിനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ളത് കാരണം നമ്മുടെ സ്കിന്നിൻ്റെ ഇൻഫ്ലമേഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും ആരെ കൊണ്ട് പറ്റും? അലോവേര ജെല്ലിനെ കൊണ്ട് പറ്റും. സെക്കൻഡ് വൺ, വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. എന്തിയെ കാണുന്നില്ല, ഇതേണ്ടേ, തീർന്നു. വൈറ്റമിൻ ഇ ക്യാപ്സൂള് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് റിപ്പയർ ചെയ്യാനും നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും ആരെ കൊണ്ട് പറ്റും? വൈറ്റമിൻ ഇയെ കൊണ്ട് പറ്റും. മനസ്സിലായോ? നമ്മുടെ ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ഫെർമിനൻ്റ് ചെയ്ത റൈസ് വാട്ടർ. കണ്ടോ, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, റൈസ് വാട്ടറിനെ വെച്ചൊരു പാക്ക് ചെയ്തത്. ആരും അങ്ങനെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി, എൻ്റെ ചാനൽ ഒത്തിരി ഒന്നും വീഡിയോ ആയിട്ടില്ലല്ലോ, പുതിയതായിട്ട് തുടങ്ങിയതല്ലേ. അപ്പോൾ അതിലൊന്നിങ്ങനെ തോണ്ടി നോക്കിയാൽ ഇത് കാണാൻ പറ്റും. എന്നാലും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു തരാം. ഈ ഫെർമിനൻ്റ് ചെയ്ത റൈസ് നമ്മുടെ സ്കിന്നിന് ഒന്നാമത്തെ കാര്യം അത് എന്താ, ഇത് ഫെർമിനൻ്റ് ചെയ്യുന്നുണ്ട്. 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ ഫെർമിനൻ്റ് ചെയ്ത റൈസ് വാട്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് എന്ത് ഗുണമുണ്ട്? ഇതിൻ്റെ അകത്ത് നല്ല ഗുഡ് ബാക്ടീരിയ ഉണ്ട്. അതാണ് ഏറ്റവും ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് എടുത്തു പറയാനുള്ള കാര്യം. ഗുഡ് ബാക്ടീരിയ ഉണ്ട്. അത് കഴിഞ്ഞ് ഇതിനകത്ത് നല്ല വിറ്റാമിൻ B2 ഉണ്ട്, B6 ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്, നയാസിൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയാത്തതും വിട്ടുപോയതുമായ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അത്രമേൽ ഗുണമുള്ളതാണ് ഈ റൈസ് വാട്ടറിന്. ഈ റൈസ് വാട്ടർ നമ്മളൊരു 2 വീക്സ് ടോണറായിട്ട് ഉപയോഗിച്ചാലുണ്ടല്ലോ, നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയി ആയിട്ടിരിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. ഒന്ന് ലൈറ്റനാകാനും ബ്രൈറ്റനാകാനും ഇത് സാധിക്കും. ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും സ്കിന്നൊന്ന് ലൈറ്റനാകാനും ബ്രൈറ്റനാകാനും നമ്മുടെ റിങ്കിൾസും ഡാർക്ക് സ്പോട്ടും ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ റൈസ് വാട്ടറിന് സാധിക്കും. അപ്പം അലോവേര ജെല്ലുണ്ട്, പിന്നെ വൈറ്റമിൻ ഇ ഉണ്ട്, പിന്നെ നമ്മൾ ഫെർമിനൻ്റ് ചെയ്ത റൈസ് വാട്ടർ എടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ നമുക്കൊരു പായ്ക്കാക്കിയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. സോറിയേ,
അപ്പോൾ ആദ്യം നമ്മുടെ ഷീറ്റ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ കുതിർന്നു കേട്ടോ. ഇനി നമുക്ക് റൈസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഇതിന് 3 സ്പൂണ് റൈസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് അലോവേര ജെല്ലാണ്. അപ്പോൾ അലോവേര ജെല്ല് ഇത്രയും വാട്ടറിൻ്റെ അകത്തോട്ട് അലോവേര ജെല്ലിട്ടാലൊന്നും നമുക്കൊരു തിക്ക് കൺസിസ്റ്റൻസി ആയി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലെടുത്തിട്ട് 1.5 സ്പൂൺ അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. അത് നമ്മളിവിടെ 2 എണ്ണം എടുക്കുന്നുണ്ട്. ശരിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ റൈസ് വാട്ടർ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കണം. ഇതൊക്കെ ഇനി മാറ്റിയൊക്കെ ഇവിടെ സ്പേസ് ഇല്ല. ഓക്കെ, നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് ഇച്ചിരി മാറ്റുവാണേ. ഇച്ചിരി ഓവറായി പോയി തോന്നുന്നു. നമ്മുടെ റൈസ് വാട്ടർ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണം ഞാനിതിങ്ങനെ 2 ദിവസത്തെ 2 ആഴ്ചത്തേനുള്ളതാണ് ഞാൻ ഒന്നിച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഇങ്ങനെ ലിക്വിഡ് ഉണ്ടാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക പതിവ്. ആ ഒരു കണക്കിൻ്റെ അളവിന് ഇങ്ങനെ എടുത്തു പോയി. കണ്ടോ, ഈ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. വീണ്ടും നമ്മുടെ റൈസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുക. മൊത്തം ഒഴിച്ചു കൊടുത്തു. കണ്ടോ, ഈ ഒരു സിറം പോലത്തെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളിവിടെ ഷീറ്റ് മാസ്ക് എടുത്ത് വെച്ചിട്ടില്ലേ? ഇത് കണ്ടോ, ഇതിനെ ഒന്ന് നമുക്ക് ഈ വാട്ടറിൽ നിന്ന് പിഴിഞ്ഞെടുക്കണം. കണ്ടോ, ദേ ഷീറ്റ് മാസ്ക് റെഡി. ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മളുണ്ടാക്കിയ ആ ലിക്വിഡിൻ്റെ അകത്തോട്ടത് ടിപ്പ് ചെയ്യണം. കണ്ടോ, ഷീറ്റ് മാസ്ക് റെഡിയായി. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇടുന്നതെന്ന്, നമ്മളെങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നതെന്ന് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഷീറ്റ് മാസ്ക് ഇടുന്നത് എന്തിനാന്ന് പറഞ്ഞായിരുന്നല്ലോ ഒരു വീഡിയോയിൽ. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ കിട്ടാനും നമുക്കൊരു മോയ്സ്ചറൈസിങ്ങും ഒരു സ്മൂത്ത്നെസ്സും ഒക്കെ കിട്ടാനാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ സ്കിന്നൊന്ന് റിലാക്സ് ആകാനും. കാരണം വെച്ചാൽ നമ്മൾ വേറെ എന്ത് പായ്ക്കിട്ടാലും നമ്മൾ സംസാരിക്കും. അതേസമയം ഷീറ്റ് മാസ്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. പിന്നെ അത് റിങ്കിൾസ് കൂടുതൽ നമ്മുടെ മുഖത്തുണ്ടാകാനേ സാധ്യതയാകത്തുള്ളൂ. അപ്പോൾ ഷീറ്റ് മാസ്ക് നമ്മൾ ഫേസ് നല്ല വാഷ് ചെയ്ത് ശേഷം ഒരു ടോണറും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഷീറ്റ് മാസ്ക് ഇട്ടാൽ ഒരു 20 മിനിറ്റേ വെക്കാവുള്ളൂ. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. വീക്കിലി ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഷീറ്റ് മാസ്ക് ഇട്ടാൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ഗ്ലിസറിൻ എടുക്കുക, റോസ് വാട്ടർ എടുക്കുക, അലോവേര ജെൽ എടുക്കുക. മനസ്സിലായോ? ഗ്ലിസറിൻ്റെ ഉപയോഗം നിങ്ങൾക്കറിയാലോ. നമ്മുടെ സ്കിന്നിന്, ഡ്രൈ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റാണ് ഗ്ലിസറിൻ. നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ തരാനും നല്ലൊരു മോയ്സ്ചറൈസ് തരാനും നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആകാനും ലൈറ്റൻ ആകാനും നമ്മുടെ സ്കിന്നിനൊരു നല്ലൊരു മോയ്സ്ചറൈസ് തരാനും പിന്നെ നമ്മുടെ സ്കിന്ന് ഒന്ന് ഈ ഡ്രൈ ഉള്ള സ്കിന്നുകാർ ഏറ്റവും ബെസ്റ്റാണ് ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത്. നല്ലൊരു ആൻറ്റി ഏജിങ് കൂടാണ് നമുക്ക് ഈ ഗ്ലിസറിൻ്റെ ഉപയോഗം. മനസ്സിലായോ? അപ്പം അലോവേര ജെല്ലിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ നെക്സ്റ്റ് റോസ് വാട്ടർ ആണെങ്കിലോ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്. നമ്മുടെ സ്കിന്നിനെ നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും നല്ലൊരു മോയ്സ്ചറൈസറാണ്. നല്ലൊരു ഗ്ലോ കിട്ടാനും സ്മൂത്ത്നെസ് കിട്ടാനും നമുക്ക് റോസ് വാട്ടറിന് കഴിയും.
ഞാനിപ്പോൾ ഈ 2 പായ്ക്കും കൂടി ഇവിടെ ഉണ്ടാക്കുന്നില്ല. ഇതേ മോഡലിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുക. അലോവേര ജെല്ലും റോസ് വാട്ടറും കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമാണ്, നിങ്ങളുടെ ഫേസിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായതെടുത്ത് നിങ്ങൾ ഉണ്ടാക്കുക. ഇതേപോലൊരു ലിക്വിഡ് ഫോം ആക്കാം. മനസ്സിലായോ? നിങ്ങളെല്ലാവരും ഈ 2 നമുക്ക് ഒത്തിരി പൈസ കൊടുത്ത് നമുക്ക് കോസ്റ്റ് കുറഞ്ഞ രീതിയിലൊരു ഷീറ്റ് മാസ്ക് ഉണ്ടാക്കിയിട്ട് നല്ലൊരു ഗ്ലോ ഉള്ള ഒരു സ്കിന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം നമ്മുടെ വീടുകളിലുണ്ടല്ലോ. ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതിലേതെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാകും അല്ലേ. ബാക്കി സാധനം നമുക്ക് അലോവേര ജെല്ല് വലിയ വിലയില്ല. ഇതിനാണെങ്കിൽ 10 റുപ്യ എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ ചോറുണ്ണാത്ത വീടുകളില്ല, നമുക്ക് റൈസ് വാട്ടർ ഉണ്ടാക്കാം ഇല്ലേ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇച്ചിരി ലെന്തായിപ്പോയി, സോറി, ആരും കാണാതെ പോകരുതേ പ്ലീസ്. അത്രയ്ക്ക് നല്ലതാണ്. നമുക്ക് ഇനി ഞാൻ ഈ ഷീറ്റ് മാസ്ക് ഇട്ടും കൂടെ കാണിക്കാം. വീഡിയോ ഒരുപാട് ലെന്തായിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നിങ്ങളെ ഈ ഷീറ്റ് മാസ്ക് ഞാൻ ഇട്ട് കാണിക്കാം. ഇതിപ്പം നമുക്ക് ഇതുണ്ടല്ലോ, ഇത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ നാട്ടിൽ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. 100 രൂപയോ 150 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവനെ ഞാൻ എടുത്ത് കാണിക്കാം. എൻ്റെ മുഖം ഒന്ന് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. എന്നിട്ട് ഞാൻ കഴുകിക്കളയും. ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഇപ്പം ഞാൻ ക്രീമൊക്കെ ഇട്ടിട്ടില്ല മുഖത്ത്. നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കണം. ആദ്യം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതേണ്ടേ ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ മേക്കപ്പിൻ്റെ മുഖത്ത് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സൺബ്ലോക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചൂട് കാരണം. ഇവിടെ ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഇങ്ങനെ നല്ല ഫേസ് വാഷ് ചെയ്തിട്ട് ടോണർ ഇട്ടതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ. ഇത് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രം ഇടുന്നതാണ്. ഇതേണ്ടേ ഇങ്ങനെ ഇട്ടിട്ട് സൂപ്പർ അല്ലേ. ഇപ്പം നമുക്ക് എന്നിട്ട് ബാക്കി വരുന്ന ക്രീം ഇങ്ങനെ കയ്യിലെടുത്ത് നമുക്കിതിലെല്ലാം തൂത്ത് കൊടുക്കാം. മനസ്സിലായോ? കണ്ടോ, ഇതെനിക്കിപ്പോൾ വേസ്റ്റാണ്. ഞാൻ മുഖം കഴുകാതെയല്ലേ ഞാൻ ഇതല്ലേ ബാക്കി വരുന്ന ഈ ലിക്വിഡ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഫേസിലിട്ട് കൊടുത്ത് ഡ്രൈ ആയി ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് മാറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇതെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്കിത് ഉപകാരപ്പെടുവാണെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കണം പ്ലീസ്. നമുക്ക് ഒത്തിരി പൈസ കൊടുത്ത് മാർക്കറ്റിൽ നിന്ന് ഷീറ്റ് മാസ്ക് വാങ്ങിക്കുന്നതിനേക്കാളും ബെസ്റ്റാണ്. ഇങ്ങനെ നിങ്ങൾ ഷീറ്റ് മാസ്ക് ഒന്ന് ഇട്ട് നോക്കൂ പ്ലീസ്. ഓക്കെ, ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എൻ്റെ കമൻസിൽ ഒന്ന് അറിയിക്കണേ. ഓക്കെ, ബൈ, താങ്ക് യു. നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.